നമ്മുടെ ഇലക്ട്രിക് റോസ്റ്റർ പിന്നെയും കേടായി. ഡേ 15 ഫോർമിൽ ബിസിനസ്. നമ്മുടെ ഇലക്ട്രിക് റോസ്റ്റർ പൈലറ്റിൻ്റെ എടുത്തിട്ട് ഏകദേശം 1.5 വർഷമാവുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് 6-7 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഹീറ്റർ കോയിലിൽ കൊടുക്കുന്ന വയർ കരിഞ്ഞോണ കംപ്ലൈൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. സെയിം കംപ്ലൈൻറ്റ് പലപ്പോഴായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തുള്ളതാണ്. അവരോട് റിസോൾവ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് റിസോൾവ് ചെയ്ത് തന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ കോയിൽ മടിച്ചുപോയി. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് മില്ല് അടച്ചിടുന്നത്. 1.5 വർഷം കൊണ്ട് 6-7 സർവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ എത്രത്തോളം സർവീസ് ഈ ഒരു മെഷീന് മാത്രം എടുക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല. കാരണം 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ സർവീസിനും നമുക്ക് സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. ഓരോ സർവീസിനും അവർ സർവീസ് ചാർജ് പ്ലസ് GST, അതായത് ഏകദേശം 2000 രൂപ സർവീസ് ചാർജും പ്ലസ് GST ആണ് അവർ ഈടാക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ കോയിലും കൂടി വെച്ച് വരുമ്പോൾ എത്രത്തോളം പൈസ വരുന്നത് അറിയില്ല. ഇനി വരുമ്പോൾ ബില്ല് വരുമ്പോൾ അറിയാൻ പറ്റില്ല. എസ്റ്റിമേറ്റ് വരുമ്പോൾ നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ. സർവീസ് ചാർജ് ഈടാക്കുന്നത് നമ്മുടെ വിഷയമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷീന് സർവീസ് ഒന്നെങ്കിൽ സർവീസ് എടുക്കണം. പക്ഷേ ഇത്രയും വലിയ ഭീമമായ തുക അടയ്ക്കാൻ വേണം. സെയിം ഇഷ്യൂ തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു കൊല്ലം വരാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ഒരു കോയിലിൻ്റെ ചാർജും കൂടി വരുമ്പോൾ എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഏകദേശം അവർ പറഞ്ഞത് 1000 രൂപയോളം വരുന്നതാണ് പറഞ്ഞത് കോയിലിന്. അപ്പോൾ കോയിലും സർവീസ് ചാർജും കൂടി തന്നെ ഒരു 7000 പ്ലസ് എന്തായാലും വരും. അപ്പോൾ ഇനിയിപ്പോൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്.